We've lost track of time, don't know how to feel, but I'm not sorry. I'm lost in your eyes, are you even real? But don't you worry, I'm not looking for the one. No, I just wanna have some fun. So let's get drunk tonight, 'cause fuck how we feel. ഹലോ എവരിവൺ, ടെക്കി വിസാർഡിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു സ്മാർട്ട് വാച്ച് ആണ്. സ്മാർട്ട് വാച്ച് എന്ന് പറയുമ്പോൾ ആപ്പിളിന്റെ iWatch സീരീസിന്റെ ക്ലോൺ സെഗ്മെന്റിൽ വരുന്ന ഒരു മോഡൽ സ്മാർട്ട് വാച്ച് ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ അൺബോക്സിംഗ്, ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഓവർവ്യൂ, ഇതിന്റെ പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ്, എന്റെ അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ വേർഡിക്റ്റ്, എല്ലാ കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മാക്സിമം ശ്രമിക്കുക. ഇതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി കൂടുതലൊന്നും പറഞ്ഞ് ലാഗ് എടുപ്പിക്കുന്നില്ല, നമുക്ക് നേരെ കണ്ടന്റിലേക്ക് കിടക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ പാക്കിംഗ്. മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ HW22 എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് ഇതിൻ്റെ പിക്ചറും നൽകിയിട്ടുണ്ട്. ഈ കാറ്റഗറിയുള്ള സ്മാർട്ട് വാച്ചുകളെ വെച്ച് നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളത്, മികച്ചതായിട്ടുള്ള പാക്കിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിലുള്ളത്. ബാക്കിലായിട്ട് കുറച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ടും കളറും ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. യെസ്, ബ്ലാക്ക് കളറാണ് നമ്മുടെ ഉള്ളത്. എന്തായാലും ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് നമുക്ക് പീൽ ഓഫ് ചെയ്യാം. യെസ്, എന്തായാലും ഈ ഒരു മോഡലിലെ മാനുഫാക്ചേഴ്സ് ഇതിൻ്റെ പാക്കിങ്ങിന് നല്ലൊരു ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കാറ്റലോഗാണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഒരു യൂസർ ഗൈഡ് എന്നൊക്കെ പറയാം. ഇതിൽ ഈ വാച്ചിൻ്റെ കുറച്ച് കളേഴ്സ് നൽകിയിട്ടുണ്ട്, അതുപോലെ കുറച്ച് ഡീറ്റെയിൽസ് ഇതിനകത്ത്, കുറച്ചധികം ഡീറ്റെയിൽസ് തന്നെ നൽകിയിട്ടുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ QR കോഡും ഒക്കെയാണ്. അതെന്തായാലും നമുക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമ്മുടെ സ്ട്രാപ്പാണ് വാച്ചിൻ്റെ. ഓക്കെ, ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ സ്ട്രാപ്പ്. കുറച്ച് എക്സ്ട്രാ ബ്ലാക്ക് ആണ്, നല്ലൊരു ക്വാളിറ്റി ഫസ്റ്റ് ഇംപ്രഷനിൽ തോന്നുന്നുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് സൈഡിലോട്ട് വെക്കാം. ഇനി നമുക്ക് വാച്ചിലേക്ക് വരാം. യെസ്, ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച്. ഒരു ടെമ്പററി പ്ലാസ്റ്റിക് ഷീറ്റിലൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് പീൽ ചെയ്യാം. ഇതിൻ്റെ അകത്തും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വാച്ച് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പീൽ ഓഫ് ചെയ്യാം. എന്തായാലും ഇതെല്ലാം കൊടുത്തിരിക്കുന്ന നല്ലൊരു കാര്യം തന്നെയാണ്. കാര്യം ഇതിൽ സ്ക്രാച്ചസ് ഒക്കെ വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. വീണ് കഴിഞ്ഞാൽ ആ ഒരു ഭംഗി തന്നെ പോകും. പിന്നെ നമുക്ക് അഡീഷണലായിട്ട് ഒരു ചാർജർ നൽകിയിട്ടുണ്ട്. മാഗ്നറ്റിക് പിന്നാണ് ഇതിൽ വരുന്നത്. അപ്പോൾ പാക്കിങ്ങിൻ്റെ കാര്യം ഞാൻ ഇനി കൂടുതൽ പറയേണ്ട, നിങ്ങൾ കണ്ടു കഴിഞ്ഞു. വളരെ മികച്ച പാക്കിംഗ് തന്നെയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിൻ്റെ സ്ട്രാപ്പ് ഇടുന്നത് ഇങ്ങനെയാണ്, ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ടാൽ മതിയാകും. ഇവിടെ ഇങ്ങനെ ഫിക്സ്ഡ് ആയിട്ടിരിക്കുന്നതായിരിക്കും, വലിയ പണിയൊന്നും അധികമായിട്ട് വരുന്നില്ല. അപ്പോൾ നമ്മുടെ സ്മാർട്ട് വാച്ച് ഇപ്പം റെഡി ആയിരിക്കുകയാണ്. ഇതാണ് HW22 എന്ന് പറയുന്ന സ്മാർട്ട് വാച്ച്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി പറ്റി സംസാരിക്കാം. ഓവറോൾ ഈ ഒരു ക്ലോൺ വാച്ച് സെഗ്മെൻറ്റിലെ ഏറ്റവും മികച്ച ബിൽഡ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോഡലാണ് HW22. ഞാൻ ഇതിൻ്റെ പ്രീവിയസ് ക്ലോൺ മോഡൽസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല ക്വാളിറ്റി ഉള്ള സ്ട്രാപ്പാണ്. അതിൻ്റെ ആ ഒരു പിന്നായാലും എല്ലാം നല്ല ക്വാളിറ്റി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്ട്രാപ്പ് മാത്രമല്ല, ഇതിൻ്റെ ഓവറോൾ ആ ഒരു ഡിസ്പ്ലേ വരുന്ന ഭാഗമായാലും അതിൻ്റെ ബാക്ക് സൈഡ് ആയാലും എല്ലാം നല്ല ക്വാളിറ്റിയാണ്. അതായത് ഈ ഒരു ക്ലോൺ വാച്ച് സെഗ്മെൻറ്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് മൾട്ടി ഫംഗ്ഷൻ ബട്ടൺ കാണാൻ പറ്റും. അവിടെ തന്നെ മൈക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തിരിക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്, ആവറേജ് ക്വാളിറ്റിയാണ് കേട്ടോ മൾട്ടി ഫംഗ്ഷൻ ബട്ടണിലൊക്കെ വരുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് സ്പീക്കർ ഗ്രിൽസ് കാണാൻ സാധിക്കും. പിന്നെ ബാക്ക് സൈഡിലായിട്ട് ഇതിൻ്റെ ആ ഒരു PPG സെൻസർ മോഡൽ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഓവറോൾ ആപ്പിൾ വാച്ച് സീരീസ് 6ൻ്റെ ആ ഒരു ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് വളരെ മികച്ച തന്നെയാണ്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷനെ പറ്റി സംസാരിക്കാം. M2 Wear എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലോൺ വാച്ച് എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെൻറ്റ് വരുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ്, നമുക്ക് ഇതിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിന് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണ്. ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ കൂട്ടത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ M2 Wear എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അതിന് കാരണം എന്താണെന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പം ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. കണക്ട് ചെയ്യാൻ സെർച്ച് ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ വാച്ചിൽ ബ്ലൂടൂത്ത് എനേബിൾ ചെയ്തിടണം. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് ഈ വാച്ച് ഇനീഷ്യൽ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. നമ്മുടെ ബ്ലൂടൂത്ത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസിൽ HW22 എന്ന് കാണിക്കും. ജസ്റ്റ് അതിൽ കണക്ട് ചെയ്താൽ മതി. കുറച്ച് നേരത്തെ പ്രോസസ്സേ ഉള്ളൂ. നമ്മൾ ഈ കണക്ഷൻ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ വാച്ചിലേക്ക് ഒരു വിൻഡോ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അവിടെ നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് കണക്ട് ആവുന്നതായിരിക്കും. ഓക്കെ, വാച്ച് M2 Wear എന്ന് പറയുന്ന ആപ്പുമായിട്ട് സിങ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ വർക്കൗട്ട്സിൻ്റെയും മറ്റുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ആപ്പിലൂടെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു സ്മാർട്ട് വാച്ചിൻ്റെ വൺ ഓഫ് ദ മേജർ ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ഡയൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ മൈ ഡയൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതുപോലെ ഡയൽ മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഡയൽ മോഡിൽ ധാരാളം വാച്ച് ഫേസസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്.
ക്ലോൺ വാച്ച് സെഗ്മെൻറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ വാച്ചസിലും നമുക്ക് ഡയൽസ് അവൈലബിൾ ആയിരിക്കത്തില്ല. അതിൻ്റെ ആപ്ലിക്കേഷനിൽ നമുക്ക് ഡയൽസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണത്തില്ല. അതുപോലെ തന്നെ വാച്ച് നോക്കുവാണെങ്കിൽ 1, 2, 3 വാച്ച് ഫേസസ് കാണും. അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വളരെ ബുദ്ധിമുട്ടി മാറ്റേണ്ടി വരും. പക്ഷേ ഇതിൽ M2 Wire എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ധാരാളം ഡയൽസ് അവൈലബിൾ ആണ്. അത് മാത്രമല്ല നമ്മുടെ വാച്ചിൽ പ്രീബിൽഡ് ആയിട്ട് കുറേ വാച്ച് ഡയൽസ് വരുന്നുണ്ട്. അപ്പം അങ്ങനെയും കുറച്ച് വാച്ച് ഡയൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഒരു വാച്ച് ഡയൽ എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനും പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ വാച്ചിൽ പ്രീബിൽഡ് ആയിട്ടുള്ള വാച്ച് ഫേസസ് ആണ്. ലാസ്റ്റ് വന്നത് മാത്രമാണ് ഞാൻ ആഡ് ചെയ്തത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ വാച്ച് ഫേസസ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ പ്രീബിൽഡ് ആയിട്ടുള്ള വാച്ച് ഫേസസ് അവിടെ തന്നെ കിടക്കും. ലാസ്റ്റിലത്തെ ഒരു വാച്ച് ഫേസ് മാത്രം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റും നമ്മുടെ ആപ്പ് ഉപയോഗിച്ച്. അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു സിസ്റ്റം വരുന്നത്. സോ നിങ്ങളൊരു സ്മാർട്ട് വാച്ച് മേടിക്കുമ്പോൾ വാച്ച് ഫേസസ് ധാരാളം വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ആ ഒരു കാര്യത്തിൽ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് ഈ വാച്ച് നൽകുന്നത്. നമ്മൾ ആദ്യം കാണിച്ച 2 ഓപ്ഷൻ കൂടാതെ ഇവിടെ ലോക്കൽ ഡയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് വാച്ച് ഫേസസ് 1 അത് പ്രീബിൽഡ് ആയിട്ട് വരുന്നതാണ്. വാച്ച് ഫേസസ് 2 വരുന്നത് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറ്റ് എ ടൈം ഒന്നേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ DIY ഡയൽ, നമുക്ക് സ്വന്തമായിട്ട് കസ്റ്റം ഡയൽസ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അത് ഇതിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചർ തന്നെയാണ്. എല്ലാ വാച്ചിലൊന്നും നമുക്ക് കിട്ടത്തില്ല ഈ ഒരു ക്ലോൺ സെഗ്മെൻറ്റിൽ. നമ്മൾ കുറച്ച് കാലം മുമ്പ് റിവ്യൂ ചെയ്ത റെഡ്മി വാച്ചിൽ പോലും ഈ ഒരു കസ്റ്റം ഡയൽ മേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ എടുത്തിട്ട് നമുക്ക് വേണേൽ ടൈമൊക്കെ ഇഷ്ടമുള്ള ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ടൈമിൻ്റെ കളർ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കസ്റ്റം ഡയൽ എന്ന് പറയുമ്പം അതിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് ടൈമിൻ്റെ മുകളിലും താഴെയും എന്തൊക്കെ കാര്യങ്ങൾ വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. DIY ഡയൽസ് എന്നൊക്കെ പറഞ്ഞാൽ സ്മാർട്ട് വാച്ചിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു ഫീച്ചർ തന്നെയാണ്. പല വാച്ചുകളും നമുക്ക് നൽകുന്നില്ല, എന്തായാലും ഇതിൽ അത് നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ നമ്മൾ നോക്കുവാണെങ്കിൽ 1.75 ഇഞ്ചിൻ്റെ ഫുൾ സ്ക്രീൻ ടച്ച് സ്ക്രീൻ ആണ് ഇതിൽ വരുന്നത്. അതുപോലെ 44 mm ആണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. 320x320 പിക്സൽസ് ആണ് ഇതിൻ്റെ റെസല്യൂഷൻ. ഓവറോൾ ഒരു ഡീസൻറ്റ് ലുക്കാണ് ഈ ഒരു ഡിസ്പ്ലേക്കുള്ളത്. ലെഫ്റ്റിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഒരു സ്ലൈഡ് ബാർ വരുന്നുണ്ട്. ഒരു കൺട്രോൾ സെൻറ്റർ ആണ്. അത് എല്ലാ വാച്ചുകളിലൊന്നും അവൈലബിൾ അല്ല. ഇതിൽ വരുമ്പോൾ ഒരു പ്രീമിയം ലുക്ക് അതിന് നൽകാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അവിടെ നമുക്ക് കുറച്ച് ഇൻഫോർമേഷനും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് താഴേന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ക്വിക്ക് ടോഗിൾസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കി ഇടാനും കണക്ട് ചെയ്യാനും അതുപോലെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആപ്പിൾ ലൈക്ക് സ്റ്റൈൽ, അതായത് ബേബീസ് ബ്രെത്ത് വേണോ അല്ലെങ്കിൽ ലിസ്റ്റായിട്ട് വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവുന്നതാണ്. പിന്നെ ബ്രൈറ്റ്നസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള പാനലാണ് ഇതിൽ വരുന്നത്. ഇത് നമ്മളിപ്പോൾ കറൻറ്റ്ലി ഷൂട്ട് ചെയ്യുന്നത് ലെവൽ 1 നമുക്ക് 5 ലെവൽ ബ്രൈറ്റ്നസ് കൂട്ടാൻ സാധിക്കും. ഞാൻ പേഴ്സണലി ലെവൽ 1 യൂസ് ചെയ്യുന്നത്. 5ാമത്തെ ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പാനലാണ്. അപ്പോൾ ഡിസ്പ്ലേ വൈസ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു വാച്ചിൻ്റെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് സ്മാർട്ട് വാച്ചിൻ്റെ ക്ലോൺ കാറ്റഗറിയിൽ വരുമ്പം ഈ ഒരു UI നോക്കുകയാണെങ്കിൽ അതിൻ്റെ അത്രയും പ്രീമിയം ഫീൽ ഇതിൻ്റെ UIക്ക് നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഞാൻ നേരത്തെ അത് യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ UIs ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആണ്. അതായത് ഇതിൻ്റെ ക്വിക്ക് ടോഗിൾസ് ഒക്കെ ആക്സസ് ചെയ്യുമ്പോഴൊക്കെ കുറച്ചുകൂടെ പ്രീമിയമാണ് മറ്റേ UI. പക്ഷേ ആ ഒരു പ്രീമിയം വാച്ചസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേ റീഫ്രഷ് റേറ്റ് അല്ലെങ്കിൽ റെസ്പോൺസീവ് റേറ്റ് വളരെ കുറവാണ്. നല്ല ലാഗാണ് നമ്മൾ മൂവ് ഒക്കെ ചെയ്യുമ്പം. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ റെസ്പോൺസീവ് റേറ്റ് കൂടുതലാണ്. ഞാൻ ഇത്രയും യൂസ് ചെയ്തതിൽ വെച്ചിട്ട് ക്ലോൺ വാച്ച് സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസീവ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഇതിലാണ്. സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ കിട്ടും. അപ്പോൾ സ്മാർട്ട് വാച്ച് എന്ന് പറയുമ്പം അതിൻ്റെ സ്മൂത്ത് എക്സ്പീരിയൻസിൽ തന്നെയാണ് അതിൻ്റെ മെയിൻ കാര്യം നിൽക്കുന്നത്. ഇതിൻ്റെ ഡീപ്പ് സെറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ ഇത് ഒരുപാട് ആക്സസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ബ്ലൂടൂത്ത് സെറ്റിംഗ്സ് ആയാലും ഡിസ്പ്ലേയുടെ ആയാലും അതുപോലെ തന്നെ ഇതിൻ്റെ പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന ആയാലും കുറേ കാര്യങ്ങൾ നമുക്കിതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. ആദ്യം കാണിച്ച സൈഡ് ബാർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. ഈ ഒരു വാച്ചിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും ലോ ബഡ്ജറ്റിൽ നമുക്ക് കോൾ ചെയ്യാനുള്ള ഫീച്ചർ ഇതിൽ അവൈലബിൾ ആണ്. ഞാൻ കുറച്ച് നാൾ മുമ്പ് അൺബോക്സ് ചെയ്ത റെഡ്മി വാച്ചിൽ നമുക്ക് കോൾ ഫീച്ചർ അവൈലബിൾ അല്ല. അതായത് മൈക്കും സ്പീക്കറും അവൈലബിൾ അല്ല. ഇതിൻ്റെ കോൾ ക്വാളിറ്റി പറയുകയാണെങ്കിൽ സീരിയസ്ലി നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്പീക്കർ ക്വാളിറ്റി മൈക്ക് ക്വാളിറ്റിയാണ് ഇതിൽ വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ സാറ്റിസ്ഫൈ ആകും. ഈ ഒരു ബഡ്ജറ്റിൽ കൊടുക്കുന്ന നല്ല എക്സലൻറ്റ് ക്വാളിറ്റി തന്നെ ഇതിൻ്റെ കോൾ സെഗ്മെൻറ്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. കോൾ ചെയ്യാൻ മാത്രമല്ല നമ്മൾ ഫോണിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓഡിയോ എല്ലാം നമുക്ക് ഇതിലായിരിക്കും. നമ്മൾ സ്റ്റാറ്റസ് കാണുമ്പോഴും അല്ലെങ്കിൽ ആരെങ്കിലും വോയിസ് റെക്കോർഡർ അയക്കുകയാണെങ്കിലും നമുക്ക് ഇത് വാച്ച് ചെവിയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഈ വാച്ചിനെ വെച്ച് നോക്കുമ്പോൾ നല്ല സ്പീക്കർ ക്വാളിറ്റി ലഭിക്കുന്നുണ്ട്. അപ്പോൾ കോൾ ചെയ്യാൻ മാത്രമല്ല മ്യൂസിക് കേൾക്കാനും ഈ പറഞ്ഞ ഫംഗ്ഷൻസൊക്കെ നമുക്ക് ഈ സ്പീക്കർ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. മൈക്ക് ക്വാളിറ്റിയും ഞാൻ പ്രതീക്ഷേനേക്കാളും ഒരുപാട് ബെറ്റർ ആണ്. കാര്യം വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഒരു നോർമൽ ഡിസ്റ്റൻസിൽ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നുണ്ട്. സോ അതൊരു നല്ല കാര്യമാണ്. ഇനി ഈ വാച്ചിൻ്റെ ബാറ്ററി ആൻഡ് ചാർജ് ചെയ്യാൻ ജസ്റ്റ് ഈ ഒരു ഡോക്കിൻ്റെ മണ്ടയ്ക്ക് ഈ ഒരു വാച്ച് പ്ലേസ് ചെയ്താൽ മതിയാകും. മാഗ്നറ്റിക് ചാർജിങ് ആണ്. പക്ഷേ മാഗ്നറ്റിക് പിന്നൊന്നും അത്ര സ്ട്രോങ് അല്ല. അതായത് നിങ്ങൾ ആദ്യം വെക്കുമ്പം 2-3 വട്ടമൊക്കെ ഒന്ന് വെച്ച് കൺഫേം ചെയ്യും അത് വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് വരും. അപ്പം അത്രയും സ്ട്രോങ് അല്ല, പക്ഷേ ഓക്കെ ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്താൽ മതി, അത് അവിടെ ഇരുന്നോളും. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കുവാണെങ്കിൽ ബ്രാൻഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യത്യാസം വരുന്ന അതിനാണ്.
ആണ്. ഈ ഒരു വാച്ച് അല്ലെങ്കിൽ നോർമലി ഏതൊരു ക്ലോൺ വാച്ച് നോക്കിയാലും 1 ഡേ അല്ലെങ്കിൽ 1.5 ഡേയ്സ്, ഈ ഒരു വാച്ച് മാക്സിമം 1.5 ഡേയ്സ് ആണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്ററി കപ്പാസിറ്റി നിങ്ങൾ അധികം പ്രതീക്ഷിക്കേണ്ട. സ്മാർട്ട് വാച്ചിനെ വെച്ച് നോക്കുമ്പോൾ അതൊരു പോരായ്മയാണ്. പക്ഷേ ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രയധികം ഫീച്ചേഴ്സും വളരെ ലോ ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പോൾ നേരത്തെ മെൻഷൻ ചെയ്ത ആ ഒരു റെഡ്മി വാച്ച് നോക്കുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് 7 to 8 ഡേയ്സ് കൺഫേം ആയിട്ട് നമുക്ക് ലഭിക്കുമായിരുന്നു. മാക്സിമം 10 ഡേയ്സ് നമുക്ക് ലഭിക്കുമായിരുന്നു. സോ ഈ വാച്ച് മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനൊരു വാച്ച് മേടിക്കാൻ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ബാറ്ററി ബാക്കപ്പ് ലിമിറ്റഡ് ആയിരിക്കും. ഇതിൻ്റെ പാക്കിൻ്റെ ബാക്കിൽ അവർ മെയിനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇതൊരു മെഡിക്കൽ വാച്ച് അല്ലെന്ന്. കാര്യം ഇതിൽ നമുക്ക് ടെമ്പറേച്ചറിൻ്റെയും അതുപോലെ ഹേർട്ട് റേറ്റും അതുപോലെ പ്രഷർ അളക്കാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ആക്യുറേറ്റ് അല്ല, ജസ്റ്റ് ഒരു ഫാൻസി ഷോ ഓഫിന് വെച്ചേക്കുന്ന ഒരു കാര്യമാണ്. അപ്പം മെഡിക്കൽ വാച്ച് അല്ലെന്ന് അവരത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് അക്സസ് ചെയ്യാം. ഇപ്പോൾ ക്ലോൺ വാച്ച് നോക്കുവാണെങ്കിലും അത്ര ആക്യുറേറ്റ് ആവാൻ സാധ്യതയില്ല. കുറച്ചധികം ഓപ്ഷൻസ് തന്നെ ഇതിൽ അവൈലബിൾ ആണ്. അതിലുള്ള കാര്യമാണ് ഈ ഗെയിം എന്ന് പറയുന്നത്. കുറച്ച് ഗെയിംസ് ഇതിൽ അവൈലബിൾ ആണ്. അടിപൊളി ഗെയിംസാണ്, എക്സലൻറ്റ് എക്സ്പീരിയൻസ് ആണ്, അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾക്കിപ്പോൾ ബോറടിച്ചിരിക്കുന്ന സമയത്ത് സമയം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഗെയിംസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾക്കൊക്കെ ഈ ഗെയിംസ് ഒരുപാട് ഇഷ്ടപ്പെടും. വളരെ ബേസിക്കായിട്ടുള്ള ഗെയിമാണ്. പക്ഷേ ഇതിലുള്ളൊരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മിക്ക സ്മാർട്ട് വാച്ചിൽ നമുക്ക് സ്പേസസ് അവൈലബിൾ അല്ല. ഇത്രയും ഗെയിംസൊക്കെ ഇതിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ അത്യാവശ്യം സ്പേസ് ഇൻബിൽട്ടായിട്ട് നമുക്ക് മെമ്മറി ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ധാരാളം വാച്ച് ഫേസസ് ഒക്കെ ഇൻബിൽട്ടായിട്ട് തന്നെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത്. ഒരു സ്മാർട്ട് വാച്ചിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഗെയിംസ് ഒന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, വേണമെന്നില്ല. ജസ്റ്റ് ഒരു ഫണ്ണി അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഇവർ കൊടുത്തിരിക്കുന്നതാണ്. അപ്പം ഇതിൽ നമുക്ക് വലിയൊരു വൗ ഫാക്ടറൊന്നും ഇതിൽ അവൈലബിൾ അല്ല. പിന്നെ വാച്ച് ഫേസസിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ കുറച്ച് ആനിമേറ്റഡ് വാച്ച് ഫേസസ് ഒക്കെ അവൈലബിൾ ആണ്. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. അത് അത്യാവശ്യം ക്വാളിറ്റിയാണ്, വളരെ മികച്ച ക്വാളിറ്റി ഒന്നുമല്ല, ഒരു ആവറേജ് ക്വാളിറ്റിയാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മ്യൂസിക്കാണ്. ഈ മ്യൂസിക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോണിൽ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്തിട്ട് നമ്മുടെ വാച്ചിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റും. സാധാരണ വരുന്നത് ഒരു ജോയ്സ്റ്റിക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനായിരുന്നു. ഇതിൽ സ്പീക്കേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇത് നമ്മുടെ വർക്കൗട്ട്സിൻ്റെ ആ ഒരു റുട്ടീനൊക്കെ വരുന്ന ആ ഒരു ഭാഗമാണ്. വർക്കൗട്ട്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് വർക്കൗട്ട്സ് ഒന്നും ഇല്ല, കുറച്ച് വർക്കൗട്ട്സ് മാത്രമേ ഉള്ളൂ. അത് അത്യാവശ്യം ആക്യുറേറ്റ് ആണ്, 100% ആക്യുറേറ്റ് അല്ല. ഞാൻ സാംസങ് ഹെൽത്തുമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം അത്രയ്ക്കും ആക്യുറേറ്റ് അല്ല. എന്നാൽ പോലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇത് ഫിറ്റ്നസ്സിന് വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഈ വാച്ചിൽ നമുക്ക് കലണ്ടർ, വോയിസ് റെക്കോർഡർ, അതുപോലെ തന്നെ അലാറം ക്ലോക്ക്, അതുപോലെ മെസ്സേജസ് നോക്കാനും നോട്ടിഫിക്കേഷൻ നോക്കാനും കോൾ ലോക്സ് നോക്കാനും കോൺടാക്റ്റ് ആക്സസ് ചെയ്യാനും കോൾ ചെയ്യാനും അങ്ങനെ കുറേ ആവശ്യമുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ക്യാമറയുടെ ഒരു ജോയ്സ്റ്റിക്കായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ ഈ ഒരു റിമോട്ട് കൺട്രോളായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനത്തെ കുറച്ച് ആവശ്യമുള്ള ഫീച്ചേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്കത് യൂസ്ഫുൾ ആണ്. കൂടാതെ സെഡിമെൻ്ററി റിമൈൻഡർ നമുക്കിതിൽ അവൈലബിൾ ആണ്. റേസ് ടു വേക്കപ്പ് എന്ന് പറയുന്ന ഫീച്ചറും ഇതിലുണ്ട്. വാച്ചുകളെ വെച്ച് നോക്കുവാണെങ്കിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ തന്നെയാണ്. റേസ് ടു വേക്കപ്പ് ഇല്ലെങ്കിൽ നമുക്ക് വാച്ചസ് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിതിനകത്ത് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ എന്ന് പറയുന്നത് സിറി എന്ന് പറയുന്ന ഫീച്ചറാണ്. ആക്ച്വലി ആപ്പിൾ വാച്ചിൽ വരുന്ന സിറി ഒന്നും അല്ല, ജസ്റ്റ് ഇതിനകത്ത് നമുക്ക് വോയിസ് അസിസ്റ്റൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻബിൽട്ട് ആയിട്ടില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സിറി നമ്മൾ എനേബിൾ ചെയ്ത് ടാപ്പ് ടു ടോക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിലെ ഗൂഗിൾ അസിസ്റ്റൻറ്റോ അലക്സയോ നമുക്ക് എനേബിൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് ഞാൻ ഫോണിൽ അലക്സ യൂസ് ചെയ്യുന്ന ആളാണ്, അതുപോലെ എക്കോ ഡോട്ടും യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പം എനിക്കത് കുറച്ച് യൂസ്ഫുൾ ആണ്. ജസ്റ്റ് ടോക്ക് ചെയ്തിട്ട് അലക്സ ഓൾവേസ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ അലക്സയോട് എനിക്ക് കമാൻഡ് ചെയ്യാൻ പറ്റും. അതും വാച്ച് ഉപയോഗിച്ച് തന്നെ കമാൻഡ് ചെയ്യാൻ പറ്റും. എന്തായാലും ഈ ഒരു ബഡ്ജറ്റിൽ ഇൻബിൽട്ട് അലക്സ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നൽകിയത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. സോ ഇതിൻ്റെ ഫൈനൽ കൺക്ലൂഷൻ പറയുന്നതിന് മുമ്പ് ഇതെങ്ങനെ മേടിക്കാം, ഇതിൻ്റെ റേറ്റ് എത്രയാണെന്ന് ഞാൻ പറയാം. സോ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാനായിട്ട് goshopnow.in എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്താൽ മതിയാകും. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. വെബ്സൈറ്റ് ഇത്തരത്തിലാണ്. ഇവിടെ ടോപ്പ് കാറ്റഗറീസിൽ നിങ്ങൾക്ക് സ്മാർട്ട് വാച്ച് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സ്പെസിഫിക് മോഡൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് എമൗണ്ട് കുറഞ്ഞ വേറെ മോഡൽസ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. HW22 സ്മാർട്ട് വാച്ചിന് 2300 രൂപയാണ് ഇവരുടെ പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ 2300 രൂപയ്ക്ക് വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ്. ഇപ്പോൾ കൺക്ലൂഷൻ ഞാൻ പറയാം. അതിന് മുമ്പ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് വേണമെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ സാധാ വാച്ചുകളും അതുപോലെ എയർപോഡ്സ് ലഭിക്കുന്നുണ്ട്. എയർപോഡ്സ് മാത്രമല്ല, അതിൻ്റെ സ്റ്റൈലിഷ് കേസ് വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്ക് കിട്ടുന്നുണ്ട്. മാക്സ് സേഫ് കിട്ടുന്നുണ്ട്. കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്കൗണ്ട് ആയിട്ടുള്ള പ്രൈസിൽ ഇതിൽ നിന്ന് മേടിക്കാവുന്നതാണ്, ചെക്ക് ചെയ്യാവുന്നതാണ്. കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ 2300 രൂപ നിങ്ങൾ മുടക്കുമ്പം അതിന് തക്കവണ്ണമായിട്ടുള്ള ഒരു ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ബിൽഡ് ക്വാളിറ്റി നോക്കുവാണെങ്കിലും ഇതിൻ്റെ UI നോക്കുവാണെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കുവാണെങ്കിൽ 2300 രൂപയ്ക്ക് വാല്യൂ ഫോർ മണിയാണ്. നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള വാച്ചുകളിൽ നിന്നും ഈ ഒരു ക്ലോൺ സെഗ്മെൻറ്റിൽ നമുക്ക് ലഭിക്കുന്നത് ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെയാണ്.
അതുമാത്രമല്ല കുറേ ഫീച്ചേഴ്സ് അധികം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു അഫോർഡബിൾ ആയിട്ടുള്ള സ്മാർട്ട് വാച്ചും നല്ല ലുക്കുള്ള സ്മാർട്ട് വാച്ച് നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മേടിക്കാവുന്നതാണ്. ഇത് ഓഫായി കിടന്നാലും അത്യാവശ്യം നല്ല പ്രീമിയം ലുക്ക് തന്നെയാണ്. അതുമാത്രമല്ല പല ബ്രാൻഡഡ് സ്മാർട്ട് വാച്ചുകളും ഓഫർ ചെയ്യാത്ത പല ഫീച്ചേഴ്സും ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതൊരു എക്സലൻറ്റ് പോയിന്റ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ചാണ്, നിങ്ങളുടെ ഫിറ്റ്നസ്സും അതുപോലെ തന്നെ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ചും അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കുറേ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ബ്രാൻഡഡ് സ്മാർട്ട് വാച്ച് നോക്കാവുന്നതാണ്. പക്ഷേ അത് 2300 കിട്ടത്തില്ല, മിനിമം 4000 5000 ഒക്കെ ആവും. അപ്പോൾ ആ ഒരു റേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ ഒരു ബഡ്ജറ്റിൽ ഞാൻ പ്രതീക്ഷയേക്കാളും ഒരുപാട് നല്ല നല്ല ഫീച്ചേഴ്സും ക്വാളിറ്റിയും ഈ ഒരു പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വാച്ച് വേണമെങ്കിൽ താഴെ ഞാൻ കൊടുത്തിരിക്കുന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു കിടിലൻ വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.